بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളെയും ആജ്ഞാനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മളുടെ ഈ മജ്ലിസു ദിക്റിൽ, അള്ളാഹുവിൻ്റെ ഈ പുണ്യഭവനത്തിൽ ഈ വെള്ളിയാഴ്ച സുദിനം, അതിൻ്റെ സന്ധ്യാസമയം അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ട നാമങ്ങളിൽ അൽ മുഖീത്ത് എന്ന നാമമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവിന് മുഖീത്ത് എന്ന പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത പേര് അർത്ഥമാക്കുന്നതും തേടുന്നതും എന്ത്, അത് നമ്മൾ അറിയലും അതിൻ്റെ തേട്ടത്തിനനുസരിച്ച് നമ്മൾ നിലയുറപ്പിക്കലും അനിവാര്യമാണ്. മുഖീത്ത് എന്ന പേര് വിവിധ അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കഴിവുറ്റവൻ, സംരക്ഷിക്കുന്നവൻ, സാക്ഷിയാകുന്നവൻ തുടങ്ങി പല അർത്ഥങ്ങളിൽ. പക്ഷേ പ്രാമാണികരായ പല പണ്ഡിതന്മാരും മുഖീത്ത് എന്ന നാമം കൂത്തുമായി ബന്ധപ്പെട്ട് കൂത്ത് പടക്കുകയും കൂത്ത് നൽകുകയും ചെയ്യുന്നവൻ
എന്ന അർത്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഖൂത്ത് എന്ന് പറഞ്ഞാൽ അന്നമാണ്, ഭക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നം പടച്ചു, അന്നം നിശ്ചയിച്ചു. ഓരോ പടപ്പിനും അതിൻ്റേതായ അന്നം പടക്കുകയും അത് ആ പടപ്പുകൾക്ക് എത്തിക്കുകയും ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ മുഖീത്ത് എന്ന അള്ളാഹുവിൻ്റെ പേര് വന്നിട്ടുണ്ട് എന്നാണ് പ്രാമാണികർ വിശദീകരിക്കുന്നത്. നമുക്കറിയാം ഖൂത്ത്, ഇപ്പം ഖൂത്തുൽ അർവാഹ്, അതേപോലെ ഖൂത്തുദ്ദീൻ, ഖൂത്തുൽ ഖുലൂബ്, ഖൂത്തുൽ അബ്ദാൻ, അങ്ങനെ പല ഖൂത്തുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ആത്മാവിൻ്റെ ഖൂത്ത് ഭക്ഷണം, അതേപോലെ ഖൂത്തുൽ ഖുലൂബ് ഹൃദയത്തിൻ്റെ ഭക്ഷണം, ഖൂത്തുദ്ദീൻ മതത്തിൻ്റെ ഖൂത്ത് ഭക്ഷണം, അതേപോലെ ഖൂത്തുൽ അബ്ദാൻ ശരീരത്തിൻ്റെ ഖൂത്ത് ഭക്ഷണം. ഇങ്ങനെ അതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കും. ഏതായാലും ഖൂത്ത് എന്ന് പറഞ്ഞാൽ അന്നമാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമ ഉണ്ടായിരുന്നു. അദ്ദേഹം ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയിട്ട് അവിടെ ഒരു മാസം തങ്ങാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, തറക്ത ലി അഹ്ലിക് മാ യഖൂതുഹും ഹാദ അശ്ശഹർ, ഒരു മാസം ഇവിടെ ബൈത്തുൽ മഖ്ദിസിൽ നിങ്ങൾ വന്ന് നിൽക്കുകയാണ് ഫലസ്തീനിൽ. അപ്പോൾ കുടുംബത്തിന് ഖൂത്ത് നൽകാൻ അവിടെ വല്ലതും കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൃഹനാഥനായ ഈ വ്യക്തി പറയാണ്, ഇല്ല, ഒന്നും കരുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇബ്നു അംർ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംർ പറഞ്ഞു, ഫർജി ഇലാ അഹ്ലിക് ഫത്റുക് ലഹും മാ യഖൂതുഹും, കുടുംബത്തേക്ക് മടങ്ങി ചെന്നിട്ട് അവർക്ക് കൂത്തായിട്ടൊരു മാസത്തിന് വേണ്ടത് അവർക്ക് ഒരുക്കി കൊടുത്തിട്ട് പിന്നെ വരാൻ പറഞ്ഞു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു അയാളോട് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യ മൻ യഖൂത്ത് അല്ലെങ്കിൽ മൻ യുഖീത്ത്, താൻ അന്നം നൽകേണ്ടവരെ പാഴാക്കുക എന്നുള്ളത് ഒരു ഗൃഹനാഥന് കുറ്റമായിട്ട് മതി. എന്ന് പറഞ്ഞാൽ കുടുംബത്തിനെയും മക്കളെയും പട്ടിണിക്കിടുക എന്നുള്ളത്, അവർക്കാണ് കൂത്ത് നൽകേണ്ടത്. ഇയാൾ അവരെ പാഴാക്കുക, കൂത്ത് ഭക്ഷണം നൽകാതെ അവരെ പട്ടിണിക്കിടുക എന്നുള്ളത് ഒരു ഗൃഹനാഥന് കുറ്റമാണ്, ശിക്ഷാർഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു എന്നാണ്. ഇവിടെ ഖൂത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ് എന്താ അർത്ഥാക്കണത്? അന്നം, ഭക്ഷണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ ഉർസുഖ് ആല മുഹമ്മദിൻ ഖൂത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൻ്റെ ഭക്ഷണം അത് കൂത്ത് ആക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൂത്ത് എന്ന് പറഞ്ഞാൽ അന്നാണ്. അതിൻ്റെ പ്രത്യേകത വിശപ്പിനെ ഒതുക്കുകയും യാചനയെ തടയുകയും ചെയ്യും വിധമുള്ള അന്നം, അത് നൽകാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. അവിടെ കൂത്ത് എന്നാണ് പ്രയോഗിച്ചത് അന്നത്തിന്. ഇവിടെ അള്ളാഹുവിൻ്റെ അൽ മുഖീത്ത് എന്ന് പറയുന്ന പേര് അതെന്തർത്ഥമാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ ഒരു ആമുഖം. കൂത്തും മുഖീത്തുമായിട്ട് ബന്ധമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂത്ത് നിശ്ചയിച്ചവനാണ്, അത് ഏകുന്നവനാണ്. ഇബ്നുൽ ജൗസിയുടെ സഫ്വത്തു സഫ്വ എന്ന് പറയുന്ന ഒരു കിതാബിൽ അദ്ദേഹം ഒരു കഥ കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ ഞാൻ ഉദ്ധരിക്കുന്നത് ഇബ്നുൽ ജൗസി ഒരായത്തിനെ ഉദ്ധരിച്ചിട്ടാണ് ഈ സംഭവം ഉണർത്തുന്നത്. അതെന്താ? ഒരു കുരുവി ഭക്ഷണം കൊത്തി
ഒരു ഈത്തപ്പനയുടെ നേരെ പാറുകയാണ്. മാംസമാണ് കൊത്തിക്കൊണ്ടുപോണത്, കുരുവി. അപ്പോൾ ഇതിന് സാക്ഷിയായ ഒരു വ്യക്തി അയാൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, കുരുവി ഒരിക്കലും ഈത്തപ്പനമ്മ കൂടുവെക്കൂല, പിന്നെന്തിനാണ് മാംസം കൊത്തി കുരുവി ഈത്തപ്പനമ്മക്ക് പാറുന്നത്? അയാൾ ഈത്തപ്പനമ്മ കയറി നോക്കുമ്പോൾ കുരുടനായ ഒരു പാമ്പ് ആ ഈത്തപ്പനൻ്റെ മുകളിലുണ്ട്. ഒരു പാമ്പ്, അതിന് 2 കണ്ണും കാണൂല. ഈ കുരുവി മാംസം കൊത്തി കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് ഈ പാമ്പിനാണ്. അപ്പോൾ ഭക്ഷണം തേടി അലയാൻ ഈ പാമ്പിനാവില്ല, കുരുടനാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൂത്തെത്തിക്കുവാൻ ഒരു കുരുവിനെയാണ് നിശ്ചയിച്ചത്. ഇതാണ് സഫ്വത്ത് സഫ്വയിൽ ഇബ്നുൽ ജൗസി കൊടുത്ത കഥ. അതിനെ തുടർന്ന് ഓതിയത് എന്താ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ ഒരു ജന്തുവില്ല, ഒരു ജീവിയില്ല, ഇല്ല അലല്ലാഹി റിസ്ഖുഹാ, അതിൻ്റെ എല്ലാം ഉപജീവനം, അന്നം അള്ളാഹു ബാധ്യതയായി ഏറ്റിട്ടല്ലാതെ. എല്ലാവരുടെ ഉപജീവനം അള്ളാഹിൻ്റെ ബാധ്യതയായിട്ട് ഏറ്റിട്ടുണ്ട്. വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ, ഓരോ ജന്തുവിൻ്റെയും താമസ സ്ഥലം എവിടെ, സൂക്ഷിപ്പ് സ്ഥലം എവിടെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിയിട്ടുമുണ്ട്. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം സുവ്യക്തമായ ഒരു രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇവിടെ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ഒരു ജന്തുവില്ല അള്ളാഹു അവയുടെ ഉപജീവനം അന്നം ഏൽക്കാതെ എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവജാലങ്ങളുടെ അന്നം ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിച്ചിട്ടുണ്ട്. വായ കീറിയവൻ അതിൽ നിന്നുള്ള അന്നവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ ഫി 4 അയ്യാമിൻ സവാഅൻ ലിസ്സായിലീൻ. വജഅല ഫിഹാ റവാസിയ, അള്ളാഹു ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാണ്. ഭൂമിക്കുപരിയിൽ അള്ളാഹു സുദൃഢമായ പർവ്വതങ്ങളെ നാട്ടി. ബാറക ഫിഹ, അള്ളാഹു ഭൂമിക്കുപരിയിൽ അനുഗ്രഹം വർഷിച്ചു. വഖദ്ദറ ഫിഹ അഖ്വാതഹ, ഭൂമിയിൽ അള്ളാഹു ഭൂമിക്ക് വേണ്ടതായ അന്നങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു. ഭൂമിയിൽ അള്ളാഹു കൂത്തുകളെ നിശ്ചയിച്ചു എന്നാണ്. ഫി 4 അയ്യാം, ഇതൊക്കെ അള്ളാഹു പഠിച്ചത് 4 ദിവസങ്ങളിലായിട്ടാണ്. സവാഅൻ ലിസ്സായിലീൻ, ആവശ്യപ്പെടുന്നവർക്ക് ശരിയായ അനുപാതത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഈ സൃഷ്ടിപ്പൊക്കെ. ആവശ്യപ്പെടുന്നവർക്ക്, തേടുന്നവർക്ക് ശരിയായ അളവിൽ, അനുപാതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വജഅല ഫിഹാ അഖ്വാതഹ, ഭൂമിക്കുപരിയിൽ അള്ളാഹു അതിലെ കൂത്തുകൾ പഠിച്ചിട്ടുണ്ട്. കൂത്ത് എന്ന് പറഞ്ഞാൽ അന്നങ്ങളാണ്. ഇവിടെ മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, ജിന്നുകളുണ്ട്. അതേപോലെ തന്നെ ജന്തുജാലങ്ങളിൽ മത്സ്യവും ഭൂമിക്കുപരിയിലും അതേപോലെ ഭൂഗർഭത്തിലൊക്കെ ജന്തുജാലങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ എല്ലാവർക്കുമുള്ള കൂത്തുകൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറേ മണ്ണ് തരുന്നു നോക്കാണി, ഭൂഗർഭത്തിൽ കാണാൻ ജന്തുജാലങ്ങൾ, മണ്ണ്, അതിനുള്ളിൽ ജീവികൾ. ആരാണ് അവിടെ പോറ്റുന്നത്? പാറ പൊട്ടിച്ചാണി പാറിൻ്റെ ഉള്ളിൽ കാണാം ജീവികൾ. ആരാണ് അവരെ പോറ്റുന്നത്? അതേപോലെ എത്ര ജീവജാലങ്ങളുണ്ട് ദുനിയാവിൽ, അവർക്കൊക്കെയും അന്നം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നാണ്. ജിന്നുകൾ മനുഷ്യരെ പോലെ മറ്റൊരു വർഗ്ഗമാണ്. ജിന്നുകൾക്കും ഭക്ഷണം വേണം അവിടെ ജീവിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ റുവൈഫി ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞ്, എന്താ അറിയോ? യാ റുവൈഫി ഇബ്നു സാബിത്ത്, യാ റുവൈഫി, നിങ്ങൾ ദീർഘകാലം ജീവിച്ചേക്കും. നിങ്ങൾ ജീവിക്കുന്ന കാലങ്ങളിൽ എൻ്റെ ഒരു സന്ദേശം നിങ്ങൾ ലോകരോട് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുവൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു. ഈ പ്രവചനം പുലർന്നു. റുവൈഫി ഇബ്നു സാബിത്ത് അദ്ദേഹം ദീർഘകാലം ജീവിച്ചിട്ടുണ്ട്.
ഹിജ്റയുടെ 53-56 അദ്ദേഹം മരണപ്പെടുന്നത്. കുറേ കാലം ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത സന്ദേശം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്, മൻ അഖദ ലിഹിയതഹു വഖല്ലദ വത്രൻ ഔ അല്ലെങ്കിൽ വഖല്ലദ വത്രൻ അല്ലെങ്കിൽ ഔ ഖല്ലദ വത്രൻ അവ ഇസ്തൻജ ബിറജീഇ ദാബത്തിൻ ഔ അദ്മിൻ ഫഇന്ന മുഹമ്മദൻ ബരീഉം മിൻഹു എന്നാണ്. ഒരാൾ തൻ്റെ താടി കെട്ടി, അല്ലെങ്കിൽ ഒട്ടകത്തിന് ബടം കെട്ടി, അല്ലെങ്കിൽ മൃഗങ്ങളുടെ കാഷ്ടം, ചാണകം, അല്ലെങ്കിൽ എല്ല്, ഇവ കൊണ്ട് മലമൂത്ര വിസർജനം ശുദ്ധീകരിച്ചു എങ്കിൽ ഫൈന്ന മുഹമ്മദൻ ബരീഉം മിൻഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിൽ നിന്ന് നിരുത്തരവാദിയാണ്, മുഹമ്മദ് നബിയായിട്ട് അയാൾക്കൊരു ബന്ധമല്ല എന്നുള്ളത് പറയാനാണ് റുവൈഫിനോട് പറഞ്ഞത്. ഇതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? റുവൈഫിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ദീർഘകാലം ജീവിച്ചേക്കും, ഞാൻ മരിച്ചാലും നിങ്ങൾ കുറേ കാലം ഇവിടെ ജീവിച്ചേക്കും. അപ്പോൾ എൻ്റെ ഒരു സന്ദേശം, നിങ്ങൾ ജീവിക്കുന്ന കാലം ആളുകളോട് പറയണം, ഒന്ന് മൻ അഖദ ലഹിയതഹു എന്നാണ്. ആരെങ്കിലും തൻ്റെ താടി കെട്ടിയാൽ, ബന്ധിച്ചാൽ, താടി കെട്ടുക ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അറബികൾക്കൊരു പതിവുണ്ടായിരുന്നു, താടി ഇങ്ങോട്ട് ചുരുട്ടും, എന്നിട്ടത് ചുരുട്ടിക്കെട്ടും. എന്തിന്? അതൊരു അഹങ്കാരത്തിൻ്റെ, പ്രൗഢിയുടെ ലക്ഷണമായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. ഒരു നിഗളിപ്പിൻ്റെ ഭാഗമാണ് താടി ഇങ്ങനെ കെട്ടുക എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ട്രീറ്റ് ചെയ്യാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ എന്താണ്? വത്തർ ബന്ധിക്കാണ്. മൃഗങ്ങളുടെ മേൽ ബടം കെട്ടും. എന്തിന്? കണ്ണേറ് തട്ടാതിരിക്കുക. കുട്ടികൾക്കൊക്കെ കൂച്ചു ഐക്കല്ലൊക്കെ കെട്ടൂലേ, ഒക്കെ ഇസ്ലാമിൽ തെറ്റാണ്. ഏലസ് കെട്ടൽ തെറ്റാണ്. ഇതേപോലെ മൃഗങ്ങളുടെ മേൽ കെട്ടുന്നതാണെന്ത്? വത്തർ, ബടം കെട്ടും. കാളകളുടെ കൗത്തിൽ, അതേപോലെ തന്നെ കാളകളുടെ ഒക്കെ കൊമ്പിന്, ഒട്ടകത്തിൻ്റെ മേൽ ഒക്കെ കൗത്തിലൊക്കെ കെട്ടും. അതാണ് വത്തർ. എന്തിനത് കെട്ടുന്നത്? തട്ടാതിരിക്കാൻ. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അത് പാടുള്ളതല്ല. ഇത്തരം ക്ഷുദ്ര വസ്തുക്കൾ മനുഷ്യരിലും മൃഗങ്ങളിലും വീടുകളിലും വാഹനങ്ങളിലും ഒന്നും കെട്ടാൻ പാടുള്ളതല്ല. മൻ അഖദ ഉഖദതൻ സുമ്മ നഫസ ഫീഹാ ഫഖദ് സഹർ വമൻ സഹറ ഫഖദ് അശ്റക വമൻ തഅല്ലക ശൈഅൻ വകില ഇലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, വല്ലതും വല്ലവരും കെട്ടിയാൽ, ആ കെട്ടിൽ അയാൾ ഊതിയാൽ അവൻ സിഹറാണ് ചെയ്തത്. സിഹർ ചെയ്തവൻ ശിർക്ക് ചെയ്തു. വമൻ തഅല്ലക ശൈഅൻ വകില ഇലൈഹി, വല്ലതും കെട്ടിയവനെ ആ കെട്ടിയതിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൈയൊഴിക്കും എന്നുള്ളതാണ്. അപ്പോൾ കണ്ണേറ് തട്ടാതിരിക്കാൻ എന്ന ഓമന പേരിൽ ഈ ബടം കെട്ടുക, നൂല് കെട്ടുക, ഏലസ്, ഐക്കല്ല് തുടങ്ങിയവ കെട്ടുക, മനസ്സിലായി? ഇങ്ങനെ കുറേ ശീലങ്ങളുണ്ട്. അത് പാടില്ല. ഇവിടെ അങ്ങനെ കെട്ടുന്നവരെ വിഷയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ നിന്ന് ഒഴിവാണ് എന്നുള്ളത് പറയാനാണ് ഇവിടെ റുവൈഫിനെ റസൂലിനെ ഏൽപ്പിക്കുന്നത്. മൂന്നാമത്തെ വിഷയം, അതാണ് നമ്മുടെ വിഷയം. അതെന്താ? അവിസ്തൻജ ബിറജീഇ ദാബത്തിൻ ഔ അദ്മിൻ, ഒരാൾ ഒരു മൃഗത്തിൻ്റെ ചാണകം അതുകൊണ്ട് മലമൂത്ര വിസർജനം ശുദ്ധിയാക്കി, അല്ലെങ്കിൽ എല്ല് കൊണ്ട് മലമൂത്ര വിസർജനം ശുദ്ധിയാക്കിയാൽ ഫഇന്ന മുഹമ്മദൻ ബരീഉം മിൻഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിൽ നിന്ന് നിരുത്തരവാദിയാണ്, ഒഴിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനും തമ്മിൽ ഒരു ബന്ധമല്ല എന്നർത്ഥം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. എന്താ അവിടെ വിഷയം? എന്താണ് മൃഗങ്ങളുടെ ചാണകം, അതേപോലെ തന്നെ എല്ല്, ഇതിൻ്റെ പ്രത്യേകത? അത് ജിന്ന് വർഗത്തിൻ്റെ ഭക്ഷണമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫഇന്നഹു സാദു ഇഖ്വാനികും മിനൽ ജിന്ന്, നിങ്ങളുടെ സഹോദരങ്ങൾ ജിന്നുകളുടെ ഭക്ഷണമാണവ. അതുകൊണ്ട് മലമൂത്ര വിസർജനം വെടുപ്പാക്കരുത് എന്ന് പറഞ്ഞു. മലമൂത്ര വിസർജനം എല്ലുകൊണ്ട് വെടുപ്പാക്കരുത്. അതേപോലെ തന്നെ ഈ റൗസ് ഉണ്ടല്ലോ, ദാബത്തിൻ്റെ റജീ, ചാണകം, അതുകൊണ്ട് വെടുപ്പാക്കരുത്. കാരണം അത് ജിന്ന് വർഗത്തിൻ്റെ ഭക്ഷണമാണ്, അതിന് നമ്മളുടെ വിസർജ്യം കൊണ്ട് മലിനാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, എല്ല്, റജീഉദ്ദാബ, ഇതൊക്കെ എന്താണ്? ജിന്ന് വർഗത്തിൻ്റെ ഭക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും ഇവിടെ ഭക്ഷണം നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ, ഭൂമിയിൽ അല്ലാഹു അതിലെ കൂത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. അത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇതര ജന്തുജാലങ്ങൾക്കും ജിന്നുകൾക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂത്ത് കണക്കാക്കിയിട്ടുണ്ട്. അല്ലാഹു ആരാണ്? അല്ലാഹു മുഖീത്താണ്. ഭക്ഷണം കണക്കാക്കിയവനും
ഭക്ഷണം പടച്ചവനും ഭക്ഷണം ഏകുന്നവനും കനിയുന്നവനാണ്. മനസ്സിലായില്ലേ? അത് എവിടെ, എങ്ങനെ? അത് അള്ളാഹു നിശ്ചയിച്ച രീതിയിൽ. അബ്ബാസികളുടെ ഖിലാഫത്തിൽ അബ്ബാസി ഖലീഫന്മാരിൽ ഒരാളായിരുന്നു ഖലീഫ മഅ്മൂൻ എന്ന് പറഞ്ഞാൽ ഹറൂൺ റഷീദിൻ്റെ മക്കളിൽ അമീന്, മഅ്മൂന്, മുഅ്തസിം ഇവരൊക്കെ അറിയപ്പെട്ട ഖലീഫന്മാരാണ്. അബ്ബാസി ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞാൽ ആരാ? ഹാറൂൺ റഷീദിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രഗത്ഭരായ ഭരണാധികാരികളാണ്. അമീന്, മഅ്മൂന്, ഇങ്ങനെ മുഅ്തസിം ഇവരൊക്കെ. നമ്മൾ അവരുടെ ചരിത്രം പലപ്പോഴും പറയാറുണ്ട്. ഈ മഅ്മൂൻ എന്ന് പറയുന്ന ഖലീഫക്ക് അലി എന്ന് പേരുന്നൊരു മകനുണ്ടായിരുന്നു, അലി ഇബ്നു മഅ്മൂൻ. മഅ്മൂൻ ഖലീഫ. മഅ്മൂൻ്റെ കൊട്ടാരത്തിൽ മകന് വളരുകയാണ്. ആര്? അലി വളരുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുകയാണ് എങ്ങനെയായിരിക്കും ആ വളർച്ച. മനസ്സിലായില്ലേ? ബാല്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാൾക്ക് നിശ്ചയിച്ച ഭക്ഷണം കൊട്ടാരത്തിലാണ്, കൊട്ടാര സുഖത്തിലാണ്. അങ്ങനെ അലി ഇബ്നു മഅ്മൂൻ വളർന്നു വലുതായി കൊട്ടാരത്തിൽ ഒരു യുവാവായി മാറുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ താരീഖിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഇങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് നോക്കുമ്പോൾ ടൈഗ്രീസ് നദിയുടെ തീരം ഒരു രംഗം, ഒരു ജോലിക്കാരൻ, അയാളുടെ തൊഴിൽ മാർക്കറ്റിൽ ഭാരം ചുമക്കലാണ്, പോർട്ടറാണ്. ഭാരം ചുമക്കലാണ് അയാളുടെ തൊഴിൽ. മാർക്കറ്റിൽ അങ്ങാടി പോകും, അയാൾ ഭാരം ചുമക്കും, ജോലി ചെയ്യും. രാവിലെ മുതൽ ദുഹാ സമയമായിട്ടുണ്ടെങ്കിൽ അയാൾ വരും, ടൈഗ്രീസ് നദിയിൽ നിന്ന് ഒളു ചെയ്യും, എന്നിട്ട് അതിൻ്റെ കരക്ക് കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അയാൾ മാർക്കറ്റിൽ പോകും. ഇങ്ങനെ അയാളുടെ ജോലി തുടരും. അതിനാണ്. അപ്പോൾ അലി ഇബ്നുൽ മഅ്മൂൻ അയാളെ ഒരു ദിവസം വിളിച്ച്, ഈ രംഗം അങ്ങനെ ആവർത്തിച്ച് വിളിച്ചപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഈ ജോലി, നിങ്ങളുടെ നിത്യജീവിതം എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് ഭാര്യയുണ്ട്, 2 പെങ്ങന്മാരുണ്ട്, ഒരു ഉമ്മയുണ്ട്. ഭാര്യ, 2 പെങ്ങന്മാർ, ഒരു ഉമ്മ. 4 ആണോ ആശ്രിതരൻ. ആരെ? അവരെ ആശ്രിതരാണ് ഇയാളെ. ഞാനാണ് അവർക്ക് ഈ ദുനിയാവിൽ അള്ളാനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആശ്രയം. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വരും, ജോലി ചെയ്യും, വൈകുന്നേരം തിരിച്ചു പോകും. സലൻ്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ ടൈഗ്രീസിൻ്റെ തീരത്ത് വന്ന് ഒളു ചെയ്തിട്ട് ഞാൻ നിസ്കരിക്കും. അയാളുടെ ജീവിതം അത് പകർന്നു അലി ഇബ്നു മഅ്മൂന്. അപ്പോൾ ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്ന അലി അയാളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് വല്ല ആവലാതിയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? സങ്കടങ്ങൾ വല്ലതും ഉണ്ടോ? ടെൻഷനുകൾ വല്ലതും ഉണ്ടോ? അപ്പോൾ അയാൾ പറയണില്ല, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ആവലാതിയില്ല, സ്തുതികൾ അള്ളാഹുവിന് മാത്രം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ കൊട്ടാരത്തിൽ ജീവിക്കുന്ന അലി ടെൻഷനിലാണ്, സങ്കടത്തിലാണ്, പ്രശ്നങ്ങളുടെ നടുവിലാണ്. പക്ഷേ യാതൊന്നും അളക്കാനും വാങ്ങാനും ഇല്ലാത്ത ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ചുമട്ട് തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ടെൻഷനും ഇല്ല, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ അലി ഇബ്നുൽ മഅ്മൂൻ എന്താ ചെയ്തറിയോ? കൊട്ടാരം വിട്ടു, തലസ്ഥാന നഗരിയും വിട്ടു. അയാൾ ഭരണത്തിൽ നിന്ന് ഒളിച്ചോടി തൊഴിലാളിയായി ജീവിച്ചു. എവിടെ? ഖുറാസാനിലെ മലങ്കാട്ടിൽ വിറക് വെട്ടി, വിറക് ചുമന്ന് വിറ്റ് ജീവിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? കാലങ്ങൾക്കപ്പുറം ഖുറാസാനിലെ മലങ്കാട്ടിൽ മയ്യത്തായിട്ട് കിടക്കുന്നതായിട്ടാണ് പിന്നെ അദ്ദേഹത്തെ, ആ രീതിയിലാണ് അദ്ദേഹത്തെ കാണപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. നോക്കണം. അപ്പോൾ പുരുഷായുസിൻ്റെ പകുതി ഭാഗത്തോളം കൊട്ടാര സുഖത്തിലായിരുന്നു അയാളുടെ അന്നം. പക്ഷെ പുരുഷായുസിൻ്റെ മറ്റേ ഘട്ടത്തിൽ അയാളുടെ അന്നം കാട്ടിലും അതേപോലെ തന്നെ വിറക് വെട്ടി ഉപജീവനം നയിച്ചുകൊണ്ടുമാണ്. ഒരേ വ്യക്തിയുടെ 2 വ്യത്യസ്ത ഭാവങ്ങൾ. അതും അബ്ബാസി ഖിലാഫത്തിൽ ഖലീഫ, പിതാവ്, കുടുംബം
ഭരണാധികാരികളായി തുടരുന്ന നാളുകളിൽ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അന്നം പടച്ചവനും അന്നം നിശ്ചയിച്ചവനും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എവിടെ എങ്ങനെ നിശ്ചയിച്ചോ ആ രീതിയിൽ അത് വന്നെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖീത്താണ്. അല്ലാഹു മുഖീത്താണ്. അന്നം പടച്ചവനും നിശ്ചയിച്ചവനും അത് ഏകുന്നവനുമാണ്. അസ്ഹാബുൽ കഹ്ഫ്, നമ്മളിന്ന് സൂറത്തുൽ കഹ്ഫ് ഓതി അല്ലേ? വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്താണ്. അസ്ഹാബുൽ കഹ്ഫ് എത്ര കൊല്ല ഗുഹയിൽ ഉറങ്ങിക്കിടന്നത്? അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ ഉറങ്ങിക്കിടന്നത് വലബിസു ഫി കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9 എന്നാണ്. 309 വർഷം. 309 വർഷം. 309 വർഷം അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ ഗുഹയിൽ ഉറങ്ങിക്കിടന്നു. ആരാ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്? ആരാണ് ഗുഹയിൽ അവർക്ക് ഫുഡ് മേക്ക് ചെയ്തത്? ആരാണ് ഗുഹയിലേക്ക് അവർക്ക് ഫുഡ് എത്തിച്ചത്? നമ്മൾ ചരിത്രത്തിൽ വായിക്കണത് അവർക്ക് അവിടെ അക്കമഡേഷനേ ഉള്ളൂ, ഫുഡ് ഉണ്ടായില്ല. അക്കമഡേഷൻ എന്താണ്? ഗുഹയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സംവിധാനിച്ച ആ ഗുഹ. പക്ഷേ അവർക്ക് അവിടെ ഫുഡ് ഉണ്ടായി. അത് എവിടുന്ന? അത് അള്ളാഹു നൽകിയ, അള്ളാഹു അരുളിയ ഫുഡാണ്, ഭക്ഷണമാണ്. അപ്പോൾ അള്ളാഹുവാണ് കൂത്ത് പടച്ചവൻ. അവൻ അത് നിശ്ചയിച്ചു. അത് അവൻ ഏകും. എങ്ങനെ ഏകും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കും വിധം ഏകും എന്നുള്ളതാണ്. വഫിസ് സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ. വാനത്തിനുപരിയിലാണ് നിങ്ങൾക്കുള്ള അന്നം, ഉപജീവനം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന റൂഹൽ അമീൻ നഫസ ഫീ റൂഇ അന്നഹു ലൈസ മിൻ നഫ്സിൻ തമൂതു ഹത്താ തസ്തൗഫിയ റിസ്ഖഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അർ-റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അന്തരംഗത്ത് ഊതി, കൽബിലൂതി. എന്ത്? അല്ലാഹ്, അതായത് റസൂലുള്ളാഹിക്ക് അറിവ് നൽകി എന്നാണ്. അന്നഹു ലൈസ മിൻ നഫ്സിൻ തമൂത്ത്, ഒരു മനുഷ്യനും മരിക്കൂല, ഹത്താ തസ്തൗഫിയ റിസ്ഖഹ, അതിന് അള്ളാഹു നിശ്ചയിച്ച അന്നം അത് പൂർത്തിയാക്കാതെ. അപ്പോൾ ഇവിടെ എത്ര റിസ്ക്കാണ് ഒരാൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്? ആ റിസ്ക് പൂർത്തിയാക്കാതെ അയാൾ മരിക്കൂല എന്നുള്ളതാണ്. ആ റിസ്ക് മുട്ടിയാൽ ഖലാസ്, അയാളുടെ പണി കഴിഞ്ഞ്. കാരണം എന്താ? നമ്മൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അള്ളാഹു മലക്കിനെ നിശ്ചയിച്ചിട്ട് നമുക്ക് നമ്മളുടെ റിസ്ക്, അജല്, അമൽ ഇതൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. അള്ളാഹു കണക്കാക്കിയ ആ റിസ്ക് അത് പൂർത്തിയായാൽ പിന്നെ എന്തായി? നമ്മളുടെ ഡേറ്റ് ഓഫ് ഡെത്തായി, മരണത്തീയതിയായി. മനസ്സിലായില്ലേ? അതിനിടയ്ക്ക് അള്ളാഹു എന്ത് റിസ്ക്കാണ് നമുക്ക് കണക്കാക്കിയിട്ടുള്ളത് അത് നമുക്ക് കിട്ടും. നമ്മളുടെ കൂത്ത് അത് നമുക്ക് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖീത്താണ്. അവൻ നമുക്ക് കൂത്ത് അരുളുന്നവനാണ്. എത്രയാണോ അത്ര. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ വ അജ്മിലു ഫി ത്വലബ് ഫഇന്ന നഫ്സൻ ലൻ തമൂത് ഹത്താ തസ്തൗഫിയ റിസ്ഖഹ വഇൻ അബ്താ അൻഹാ ഫത്തഖുല്ലാഹ വ അജ്മിലു ഫി ത്വലബ് ഖുദു മാ ഹൽ വദഉ മാ ഹറം. ജനങ്ങളെ, അല്ലാഹനെ സൂക്ഷിച്ചോളി, നിങ്ങൾ ഭക്ഷണം തേടുന്നത് നന്നാക്കിക്കോളി. ഒരു മനുഷ്യനും അയാളുടെ അന്നം പൂർത്തിയാകാതെ മരിക്കൂല. അതുകൊണ്ട് അള്ളാഹനെ സൂക്ഷിച്ചോളിയും, അന്നം അന്വേഷിക്കുന്നത് നല്ല രീതിയിലായിക്കോളിയും. ഖുദു മഹൽ, അനുവദനീയമായത് സ്വീകരിച്ചോളൂ. വദഉ മഹറും, ഹറാമായത് ഒഴിവാക്കിക്കോളിയും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമുക്കൊക്കെ നമ്മുടെ റിസ്ക് എത്രയാണോ അത് പൂർത്തിയാകാതെ ഇവിടെ ഒരു മരണമല്ല. നമ്മളോട് പറഞ്ഞതെന്താ? ഹലാല് തേടുക, ഹറാം ഒഴിവാക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച അന്നം അത് നമുക്ക് പൂർത്തിയാക്കിയിട്ടേ നമ്മളവിടെ മരിപ്പിക്കുള്ളൂ. ചിലപ്പോൾ നമുക്ക് തോന്നിയെന്ന് വരും അതിൻ്റെ മുമ്പ് മുട്ടിയെന്ന്, പക്ഷെ അതുണ്ടാവില്ല. ഈ ഉമർ ബിൻ ഹബീബ് എന്ന് പറയുന്ന ബസ്രയിലൊരു ഖാദി ഉണ്ടായിരുന്നു. ഉമർ ബിൻ ഹബീബ് അറിയപ്പെട്ട പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം, ബസ്രയിലെ ഖാദി.
ഒരു ദിവസം ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ കൊട്ടാരത്തിൽ ഒരു തർക്കം, ഒരു പ്രശ്നം. എന്താ പ്രശ്നം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ് അത് സ്വീകാര്യമാണോ അല്ലേ എന്നുള്ളതാണ് തർക്കം. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസ് സ്വീകാര്യമാണോ അല്ലേ എന്നുള്ളതാണ് തർക്കം. ആ തർക്കത്തിൽ ഹദീസ് നിവേദനം ചെയ്ത റാവി അബൂ ഹുറൈറ ആയത് കാരണത്താൽ നിവേദനം അസ്വീകാര്യം എന്ന രീതിയിൽ സമർത്ഥനം, തർക്കം. ഈ ഫിത്ന ഉണ്ടല്ലോ, അതായത് ഹദീസുകളെ കളവാക്കുക, അതേപോലെ തന്നെ ഹദീസുകളുടെ വിഷയത്തിൽ സംശയം ജനിപ്പിക്കുക എന്നുള്ളതിൻ്റെ ചരിത്രം അത് ഇന്നത്തെ ചരിത്രമല്ല, ഇന്നത്തെ പ്രത്യേകത. പിന്നെ അതിൽ ചരിത്രത്തിൽ വേറുണ്ട്, മനസ്സിലായില്ലേ? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അത് ചരിത്രത്തിൻ്റെ വളരെ മുമ്പ് കാലം മുതൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. എങ്ങനെ ദീനിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിക്കാനും തകർക്കാനും എങ്ങനെ പറ്റും, അതിനുള്ള പണി. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ചരിത്രത്തിൽ സഹാബത്തിനെ വികൃതമാക്കി മോശപ്പെടുത്തിയിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിന് വളരെ മുമ്പ് വേറുണ്ട്. വ്യാജ ഹദീസ് നിർമ്മിച്ച് കുറേ മലിനപ്പെടുത്താൻ ശ്രമിച്ചു കപടന്മാർ. പിന്നെ ഹദീസിൻ്റെ റാവിമാരായ സഹാബികളെ മോശപ്പെടുത്തിയിട്ട് ഹദീസിനെ വില കെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പല കപടന്മാർ. അങ്ങനെ ആ ഒരു കാലഘട്ടം ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ട് ഹാറൂൺ റഷീദിന് മുമ്പിൽ വരെ ഹദീസിൻ്റെ വിഷയത്തിൽ തർക്കം. അപ്പോൾ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി അബൂ ഹുറൈറയാണെന്നതിനാൽ ഹദീസ് ശരിയല്ല എന്നുള്ളതാണ് തർക്കത്തിൻ്റെ ഒരു ഭാഗം. ഹാറൂൺ റഷീദ് പോലെ ആ തർക്കത്തിൽ വീണുപോയി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തു? അബൂ ഹുറൈറ ഹദീസ് അസ്വീകാര്യം എന്നിടത്താണ്, ഹാറൂൺ റഷീദും ഹദീസ് അസ്വീകാര്യം എന്നുള്ളിടത്താണ് എത്തിയത്. അപ്പോൾ ഭരണാധികാരിയാണ്, ഒരഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തി, അദ്ദേഹം ആ പക്ഷം ശക്തിപ്പെടുത്തുകയാണ്. ഈ സമയത്താണ് ഉമർ ബിൻ ഹബീബ് എന്ന് പറയുന്ന ബസ്രയിലെ ഖാദി വിഷയത്തിൽ ഇടപെടുന്നത്. അദ്ദേഹം പറഞ്ഞു, അൽ ഹദീസ് സഹീഹുൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസ് റസൂലുള്ളാഹിയിൽ നിന്ന് സഹിയായി സ്ഥിരപ്പെട്ടതാണ്. വ അബൂ ഹുറൈറത സഹീഹുൻ നഖൽ സദൂഖുൻ ഫീമാ യർവി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അൻ ഗൈരിഹി. അബൂ ഹുറൈറ സ്വീകാര്യനായ സഹീഹായ റാവിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും നബി അല്ലാത്തവരിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സത്യസന്ധനാണ്, റിവായത്ത് സ്വീകാര്യമാണ് എന്ന് ഉമർ ബിൻ ഹബീബ് അൽ ഖാദി ഹാറൂൺ റഷീദിനോട് പറഞ്ഞു. ഇത് ഹാറൂൺ റഷീദിനെ മുഖത്ത് നോക്കിയിട്ടാണ് പറയണത്. ഹാറൂൺ റഷീദ് പറയുമ്പോൾ ആ പക്ഷക്കാരനല്ല, അദ്ദേഹത്തിൻ്റെ വീക്ഷണം ഇതിനെതിരാണ്. ഇത് ഹാറൂൺ റഷീദിൽ വലിയ കോപമുണ്ടാക്കി. ആൾക്കൂട്ടത്തിൽ വെച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഉമർ ബിൻ ഹബീബ് അത് പറഞ്ഞ് ദേഷ്യം ഉണ്ടാക്കി. പക്ഷേ തൻ്റെ ദൗത്യം ഉമർ ബിൻ ഹബീബ് നിർവഹിച്ചിട്ട് അദ്ദേഹം പെരീക്ക് പോയി, അദ്ദേഹം വീട്ടിൽ പോയി. പക്ഷെ അദ്ദേഹം വീട്ടിലെത്തിയ ഉടനെ രാജദൂതൻ വീട് കവാടം മുട്ടുക. എന്താ പറയണത്? അമീറുൽ മുഅ്മിനീന് ഉത്തരം ചെയ്യാനാണ്, ഹാറൂൺ റഷീദിന് ഉത്തരം ചെയ്യണം. എന്തിനെ അറിയോ? അമീറുൽ മുഅ്മിനീൻ തല വെട്ടാൻ, അതിന് ഉത്തരം ചെയ്യാനാണ് പറഞ്ഞത്. ഉമർ ബിൻ ഹബീബ് അദ്ദേഹം കൊട്ടാരത്തിലെത്തി. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടാണ് പോണത്, അള്ളാഹുവേ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ അനാദരിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനാദരിക്കലാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. അതുകൊണ്ട് ഹാറൂൺ റഷീദിൻ്റെ ഘടകത്തിൽ നിന്ന്, വാളിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഉമർ ബിൻ ഹബീബ് പിന്നീട് കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നത്. എന്താ ചരിത്രത്തിൽ? ഹാറൂൺ റഷീദ് ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുക, ഊരി പിടിച്ച വാളുമുണ്ട്, മനസ്സിലല്ലേ? വെട്ടാനുള്ള തോൽവിരി അത് വിരിച്ചിട്ടുണ്ട്. ഹാറൂൺ റഷീദ് ഉമർ ബിൻ ഹബീബിനോട് പറയാണ്, ഉമർ, നിങ്ങൾ എനിക്ക് മറുപടി നൽകിയതുപോലെ ഇതുവരെ ഒരാൾ മറുപടി നൽകിയിട്ടില്ല. നിങ്ങളുടെ മറുപടി അவ்விധം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ബിൻ ഹബീബ് പറഞ്ഞ വരി ഉണ്ടല്ലോ, യാ അമീർ അൽ മുഅ്മിനീൻ, ഹാറൂൺ റഷീദിനെ വിളിച്ചിട്ട് പറയാണ്, അമീർ അൽ മുഅ്മിനീൻ,
ഇന്നല്ലദീ ഖുൽതഹു വജാദൽത അൻഹു ഫീ ഇസ്ദിറാഉൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഅലാ മാ ജാഅ ബിഹി. നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ എന്തെന്നുകൊണ്ട് തർക്കിച്ചു അതും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മോശപ്പെടുത്തലുണ്ട്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനിനെ മോശപ്പെടുത്തലുണ്ട്. ഇദാ കാന അസ്ഹാബുഹു കദ്ദാബീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് കളവ് പറയുന്നവരാണ് എങ്കിൽ ഫശരീഅത്തു ബാത്തില, ശരീഅത്തിൻ്റെ അവസ്ഥ എന്താ? അസത്യവും. അതേപോലെ ഫറായിദ്, മത നിയമങ്ങൾ, നിർബന്ധ വിധികൾ, അതേപോലെ അഹ്കാം, മതവിധികൾ, അത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, തലാഖ്, നിക്കാഹ്, ഹുദൂദ് വിഷയങ്ങളിലൊക്കെ മർദൂദുൻ ഗൈർ മഖ്ബൂൽ, അസ്വീകാര്യമായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് കളവ് പറയുന്നവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ ആരിലൂടെ ശരീഅത്ത് സ്ഥിരപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നേരിട്ട് പറഞ്ഞതല്ല, പിന്നെയോ സഹാബികളിലൂടെയാണ് ഇത് കൈമാറിയത്. സഹാബികൾ കളവ് പറയുന്നവരെന്ന് പറഞ്ഞെങ്കിൽ ദീന് കളവാണെന്ന് അതിൻ്റെ അർത്ഥം. മത നിയമങ്ങളും മതവിധികളൊക്കെ അസ്വീകാര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഉമർ ബിൻ ഹബീബ് ഹാറൂൻ റഷീദിനോട് പറഞ്ഞു. അത് ഭയങ്കര ന്യായമാണ് പറഞ്ഞത്. എന്താ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞത്? ഹാറൂൻ റഷീദ് പറഞ്ഞത് അഹ്യൈതനീ യാ ഉമർ അഹ്യാക്കല്ലാ എന്നാണ്. ഉമർ ബിൻ ഹബീബ്, നിങ്ങളെനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു നൽകി, അള്ളാഹു നിങ്ങൾക്ക് ജീവനേകട്ടെ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അദ്ദേഹം ഊരി പിടിച്ച വാളുകൊണ്ട് ഉമർ ബിൻ ഹബീബിനെ കൊല്ലാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആ വാൾ അദ്ദേഹം താഴ്ത്തി. മനസ്സിലായോ? അദ്ദേഹത്തെ ജീവിക്കാൻ പറ്റൂ. ഉമർ ബിൻ ഹബീബിനെ നല്ല നിലക്ക് ആദരിച്ച് കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞയക്കാണ് ചെയ്തത് ഹാറൂൻ റഷീദ് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ സഹോദരന്മാരെ, ഒന്ന്, ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ റാവി സഹാബി, ആ സഹാബിയെ മോശപ്പെടുത്തി സംസാരിച്ചപ്പോൾ പണ്ഡിതന്മാർ പ്രതിരോധിച്ചത്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വ്യാജവാദിയാണ്, ഹദീസ് കെട്ടിയുണ്ടാക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എത്ര ദീനീ വിഷയങ്ങളാണ് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അതൊക്കെ പലതും ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ, ദീനിൻ്റെ ഇബാദത്തുകൾ, ദീനിൻ്റെ കർമ്മങ്ങൾ, അതൊക്കെ അസ്വീകാര്യം, അതൊക്കെ നിരർത്ഥകം എന്നാണ് അതിൻ്റെ വിധി ഉണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറവാക്കലാണത്, ദീനിനെ കുറവാക്കലാണത്. അത് ഉമർ ബിൻ ഹബീബ് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹാറൂൻ റഷീദിന് ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല, ഉമർ ബിൻ ഹബീബ് വീട്ടിൽ നിന്ന് അമീർ മുഅ്മിനീൻ്റെ ദൂതൻ വന്ന് വിളിച്ചപ്പോൾ മരിക്കാൻ തയ്യാറായിട്ടാണ് വരുന്നത്. തൻ്റെ ജീവിതം അവസാനിച്ചു, ഉപജീവനം മുറുകി എന്നുറപ്പിച്ചിട്ടാണ് വരുന്നത്. മനസ്സിലായില്ലേ? ഹാറൂൻ റഷീദിൻ്റെ ഇരുത്തവും ഉമർ ബിൻ ഹബീബിൻ്റെ ആ വരവും അതിൽ നമുക്ക് വായിക്കാനുള്ളത് എന്താണ്? ഖലാസ് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ആയുസ് നീട്ടിയിട്ടുണ്ട് എങ്കിൽ, ഉപജീവനം മതിയാക്കിയിട്ടില്ല എങ്കിൽ, അയാൾ ആഖിറത്തിലേക്ക് എത്തിക്കാൻ ഒരാൾക്കും സാധിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുഖീത്താണ്. അവൻ ഓരോരുത്തരുടെയും കൂത്ത്, അന്നം ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അന്നം അത് തീർന്ന വരെ അയാൾ ഇവിടെ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കും വിധം അയാൾക്ക് ആ അന്നം എത്തിക്കുകയും ചെയ്യും. അള്ളാഹു അന്നം എത്തിക്കും എന്നുള്ളത് ശരി തന്നെയാണ്. അത് വിചാരിച്ചിട്ട് അന്നം അള്ളാഹുവിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യും കെട്ടി നോക്കിക്കാൻ പറ്റുമോ? ഒരാൾ പഠിച്ചോ അങ്ങോട്ട് കൊണ്ടിട്ട്, ഞാൻ ഏതായാലും പഠിച്ചവനാണ് എന്നെ സൃഷ്ടിച്ചത്, എനിക്കുള്ള അന്നം നിശ്ചയിച്ചിട്ടുണ്ട്, ഞാനിവിടെ ഇരിക്കാറിയാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നം പടച്ചിട്ടുണ്ട്. അത് നമ്മൾ തേടിപ്പിടിക്കാനുള്ളതായ കാര്യകാരണങ്ങളെ നിശ്ചയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർദി വബ്തഗു മിൻ ഫദ്ലില്ലാ, നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ഇരിക്കാനല്ല പറഞ്ഞത്, പിന്നെ ഭൂമിയിൽ പരക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാൻ്റെ ഔദാര്യം അന്വേഷിക്കാനാണ് പറഞ്ഞത്. അള്ളാൻ്റെ ഔദാര്യം അന്വേഷിക്കാൻ പറഞ്ഞാൽ അതിനെന്താ? അത് കച്ചവടം ചെയ്തും മറ്റും നമുക്കുള്ള ഉപജീവനം അന്വേഷിക്കാനാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ ഒരു പ്രസിദ്ധമായ സംഭവമുണ്ട്. അതെന്താ? ഉമർ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ പ്രവേശിച്ച്, അപ്പോൾ ഒരു സംഘം യുവാക്കൾ പള്ളിക്കൽ. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? പറഞ്ഞു, ഞങ്ങളിങ്ങനെ ആരാധനയിൽ കഴിച്ചു കൂട്ടുന്ന യുവാക്കളാണ്, ഞങ്ങൾ ഈ വാദത്തിൽ ഇവിടെ കഴിഞ്ഞുകൂടാണ്.
അപ്പോൾ ഉമർ ചോദിച്ചു, മയ്യത്തിക്കും റിസ്ക്, ആരാ നിങ്ങൾക്ക് റിസ്ക് തരണത്, തിന്നാൻ തരണ ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അള്ളാഹു യർസുഖുന, പടച്ചവനാണ് ഞങ്ങൾക്ക് റിസ്ക് നൽകണത് എന്ന് പറഞ്ഞു. അതിൽ ഉമറിനും വലിയ പ്രശ്നമൊന്നുമില്ല. അള്ളാഹു യർസുഖുന എന്ന് പറഞ്ഞത് ശരിയാണ്. ഉമർ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാണ് തിന്നാനും കുടിച്ചാനും കൊണ്ടുവന്ന് തരണേന്ന് ചോദിച്ചു ഇവിടെ. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ചില അയൽവാസികളുണ്ട്, നല്ല മനുഷ്യന്മാരാണ്, ഞങ്ങളിവിടെ പള്ളിക്ക് ഇരുന്ന് കണ്ട് അയൽവാസികൾ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് അവരുടെ പ്രതികരണം. ഉമർ അവരോട് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഉമർ പോയി. എന്തിനാ ഉമർ പോയത്? കുറച്ചും കൂടി തിന്നാൻ നല്ല കൊണ്ടുവന്ന് കൊടുക്കാനല്ല. പിന്നെ ഉമറിൻ്റെ അടുത്തൊരു വടിയുണ്ട്, അതാണ് ദുർറത്ത് ഉമർ, ഉമറിൻ്റെ വടി. ഉമർ അത് ഇങ്ങനത്തെ രോഗികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉമറിൻ്റെ മരുന്നാണ്. അത് പോയി കൊണ്ടുവന്നിട്ട് ഉമർ അവരെ അടിച്ചെന്നാണ്, നന്നായി കൈകാര്യം ചെയ്ത്. എന്നിട്ട് പറഞ്ഞ് പള്ളിക്കന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. ആകാശം സ്വർണവും വെള്ളിയും മഴയായിട്ട് പെയ്യിക്കണില്ല, പിന്നെയോ ആകാശത്ത് നിന്ന് മഴയാണ് പെയ്യണുള്ളൂ. അതിനെ സ്വർണവും വെള്ളിയൊക്കെ ആക്കിയിട്ട് കറൻസി ആക്കിയിട്ട് രൂപയും ഇതൊക്കെ ആക്കിയിട്ട് മാറ്റേണ്ടതാരാ? അത് അധ്വാനിച്ചിട്ട് മനുഷ്യരാണ്. അതുകൊണ്ട് പോയി പണിയെടുത്തിട്ട് തിന്നാൻ പറഞ്ഞു. മനസ്സിലായോ? എന്താ അതിലുള്ള പാഠം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കുള്ള കൂത്ത് നിശ്ചയിക്കും, പടക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കൂത്ത് അന്വേഷിച്ച് അത് നമ്മളുടെ ഉപജീവനമാക്കി മാറ്റേണ്ടത്, അത് കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നമ്മൾ കൂത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ കൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അന്നാണ്, ഭക്ഷണമാണ്, നമുക്കുള്ള പോഷണമാണ് നമ്മൾ മനസ്സിലാക്കി പറഞ്ഞ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മളത് തേടി പിടിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കൂത്ത് ഇസ്ലാമിക വീക്ഷണത്തിൽ വെറും തിന്നണ അന്നം മാത്രമല്ല, പിന്നെയോ കൂത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ കൂത്തുണ്ട്, അതേപോലെ തന്നെ കൽബിൻ്റെ കൂത്തുണ്ട്, ദീനിൻ്റെ കൂത്ത്, ഇങ്ങനെയൊക്കെ ഉണ്ട്. റൂഹിൻ്റെ, ആത്മാവിൻ്റെ കൂത്ത് എന്താണ്? അത് വിജ്ഞാനങ്ങളും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ളതായ അറിവുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസാലായിട്ട് നോമ്പെടുക്കായിരുന്നു. എന്താ ഈ വിസാലായിട്ട് നോമ്പെടുക്കാറ? തുടർച്ചയായിട്ട് നോമ്പെടുക്കുക, നോമ്പ് മുറിക്കാതെ തുടർച്ചയായിട്ട് വ്രതം ആചരിക്കുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നോമ്പെടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ നോമ്പെടുക്കുന്നത് റസൂലിനെ വിരോധിച്ചു. അത് റസൂലുള്ളാഹിൻ്റെ പ്രത്യേകതയാണ്. അപ്പം മുസ്ലിമീങ്ങളിൽ ചിലർ പറഞ്ഞു, റസൂലെ ഇന്നക തുവാസിൽ, നിങ്ങൾ വിശാലായിട്ട് നോമ്പെടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നോമ്പ് മുറിക്കാതെ നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, അയ്യുക്കും മിസ്ലി, നിങ്ങൾ ആരാണ് എന്നെ പോലുള്ളത്? ഇന്നി അബീത് യുത്ഇമുനി റബ്ബി വയസ്ഖീൻ, ഞാൻ രാത്രി കഴിച്ചു കൂട്ടും, എൻ്റെ റബ്ബ് എനിക്ക് യുത്ഇമുനി റബ്ബി, റബ്ബ് എനിക്ക് ഭക്ഷണം തരും, വയസ്ഖീൻ, റബ്ബ് എനിക്ക് പാനം നൽകുകയും ചെയ്യും. അപ്പോൾ എന്നെപ്പോലെ ആരാണുള്ളത്? എൻ്റെ റബ്ബ് എനിക്ക് താമും അതേപോലെ തന്നെ പാനീയവും തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി എന്താ വേണ്ടിയിരുന്നത്? വിശാലായ നോമ്പ് മുസ്ലിമീങ്ങൾ ഒഴിവാക്കിയിട്ട് അത് റസൂലുള്ളാഹിൻ്റെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കുക വേണ്ടത്. പക്ഷെ ചിലരെന്ത് ചെയ്തു? അവരുടെ ആ പുണ്യം നേടാനുള്ള ആഗ്രഹവും താല്പര്യമാണ്. ചിലർ വീണ്ടും വിശാലായിട്ട് നോമ്പെടുക്കാൻ തുടങ്ങി, നോമ്പ് തുടർത്തി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് നോമ്പെടുത്ത്, ഹിലാൽ മാസപ്പിറവി കാണുവോളം തുടർച്ചയായി നോമ്പെടുത്തെന്നാണ് റസൂലുള്ള പറയാണ്. മാസപ്പിറവി ഉദയം അത് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഇനിയും തുടർത്തുമായിരുന്നു നോമ്പ്. അപ്പോൾ എന്താകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് നോമ്പെടുത്തവർക്ക് അത് തന്നെ മതിയാകും. അത് റസൂലുള്ള അവരെ എതിർത്തുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന താമും ഷറാബും എന്താണ്? ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത്, റബ്ബിൻ്റെ താം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ അറിവുകളും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ആത്മീയമായിട്ടുള്ള ചൈതന്യം, അതേപോലെ വിജ്ഞാനം, അരുൾപ്പാട്, ഇതൊക്കെയാണ്. മനസ്സിലല്ലേ? അതിൻ്റെ നിറവിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഫഖൂത്തുർ റൂഹി അർവാഹുൽ മആനി വലൈസ ബിഅൻ തഈംത വലാ ശരിബ്ത,
ആത്മാവിൻ്റെ കൂത്ത് അന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അർവാഹുൽ മആനി, അതെന്താണ്? ആശയങ്ങളും അറിവുകളുമാണ്. ആശയങ്ങളാണ്, അറിവുകളാണ്. അല്ലാതെ നീ തിന്നു കുടിച്ചു എന്നുള്ളതല്ല. അപ്പം നമ്മുടെ റൂഹുകൾക്ക് പോഷിക്കണം, വളരണം. ആത്മാവിന് ചൈതന്യം ഉണ്ടാകണം. അതിനെന്താ വേണ്ടത്? ആത്മീയ ചൈതന്യത്തിന് വേണ്ട അന്നം അത് അറിവാണ്, അത് വിജ്ഞാനമാണ്. ഏറ്റവും നല്ല വിജ്ഞാനം എന്താ? ഏറ്റവും നല്ല വിജ്ഞാനം ഖുർആനാണ്, സുന്നത്താണ്. അപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവാണ് ഉണ്മയുടെ ലോകത്ത് അറിയപ്പെട്ടതിൽ ഏറ്റവും വിശിഷ്ടമായത്, ഏറ്റവും ഉത്തമമായത് അള്ളാഹുവാണ്. മനസ്സിലല്ലേ? അള്ളാഹുമായി ബന്ധപ്പെട്ടതൊക്കെ എന്താണ്? ഏറ്റവും ഉത്തമമാണ്. അതുകൊണ്ടാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന ഇവിടെ പഠിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന ഏറ്റവും നല്ല വിജ്ഞാനമാണ്, ഏറ്റവും നല്ല അറിവാണ്. മനസ്സിലല്ലേ? അത് റൂഹിൻ്റെ കൂത്താണ്, റൂഹിൻ്റെ കൂത്താണ്. ഇതേപോലെ ഖൽബിൻ്റെ കൂത്ത്, അതെന്താ? ഹൃദയത്തിനുള്ള കൂത്ത്. അത് പണ്ഡിതന്മാർ പറയുന്നത് മഹബത്താണ്. മഹബത്ത് എന്താ? മഹബത്ത് മഹബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള സ്നേഹം, അള്ളാഹിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം. അത് ഖൂത്തുൽ ഖുലൂബ്, ഖൽബിൻ്റെ, ഹൃദയത്തിൻ്റെ അന്നമാണ്. വഗിദാഉൽ അർവാഹ്, ആത്മാവിനുള്ള പോഷണമാണ്. വഖുറത്തുൽ ഉയൂൻ, കണ്ണുകൾക്ക് കുളിർമയാണ്. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൽബുകൾ അത് ധന്യവും അനുഗ്രഹീതവുമാകാൻ അതിൽ മഹബത്ത് വേണം. മഹബത്ത് എന്താണ്? മഹബത്ത് ആണ് അള്ളാഹിനോടുള്ള ഇഷ്ടമാണ്, അള്ളാഹിനോടുള്ള സ്നേഹമാണ്. ഒരു ദാർശനികൻ പറഞ്ഞു, മസാക്കീനു അഹ്ലി ദുനിയ ഖറജു മിൻഹാ വമാ ദാഖു അത്യബ മാ ഫീഹാ. ദുനിയാവിൽ കുറച്ച് മിസ്കീന്മാരുണ്ട്, അവർ ദുനിയാവിൽ നിന്ന് പോയി, പക്ഷേ അവർക്ക് ദുനിയാവിൽ ഏറ്റവും സ്വാദിഷ്ടമായത്, ഉത്തമമായത് കണ്ടെത്താനായിട്ടില്ല. ചിലർ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയി, ചില മിസ്കീന്മാർ. അവർക്ക് ദുനിയാവിൽ ഏറ്റവും ആസ്വാദ്യമായതും നല്ലതും കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ചോദിച്ചു, വമ അത്യബ ഫിഹ, ദുനിയാവിൽ ഏറ്റവും ഉത്തമമായതും വിശിഷ്ടമായതും ഏതാണ്? അപ്പോൾ പറഞ്ഞു എന്നാണ്, മഹബത്തുള്ള, അള്ളാഹിനോടുള്ള പിരിശം, അള്ളാഹിനോടുള്ള ഇഷ്ടമാണ്. വമ ആരിഫത്തു, അള്ളാഹിനെ അറിയലാണ്. വദിക്റുഹു, അള്ളാഹുവിനുള്ള ദിക്റാണ്, അള്ളാഹുവിനെ ഓർക്കലാണ്, അള്ളാഹ്ക്കുള്ള ദിക്ർ. അതേപോലെ അള്ളാഹിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹിനോടുള്ള ഇഷ്ടം. മനസ്സിലായില്ലേ? ഇതാണ് ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായത്. ആ വിശിഷ്ടമായത് നമ്മൾക്ക് ഉണ്ട് എങ്കിൽ അത് നമ്മളുടെ കൽബിന് കൂത്താണ്, ഹൃദയത്തിന് അന്നമാണ്. മനസ്സിലായി? അപ്പോഴാണ് ഹൃദയം തന്നെയാകുക. പടച്ചവനെ കുറിച്ച് നമ്മൾ അറിയണം, അതേപോലെ അള്ളാഹിനെ നമ്മൾ ഇഷ്ടപ്പെടണം. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ചോദിച്ച്, അല്ലാഹുമ്മ അസ്അലുക ഹുബ്ബക് വ ഹുബ്ബ മൻ യുഹിബ്ബുക് വ ഹുബ്ബ അമലി യുഖർരിബുനി ഇലാ ഹുബ്ബിക്. അള്ളാഹുവേ, നിന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിന്നെ ഇഷ്ടപ്പെടുന്നവരോടുള്ള ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിൻ്റെ ഇഷ്ടം നേടിത്തരുന്ന കർമ്മത്തോടുള്ള ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹിനോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, അതിനു വേണ്ടിയാണ് മത്സരിച്ചവർ മത്സരിച്ചത്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉടുമുണ്ട് മുറുക്കിയെടുത്ത് പണിയെടുത്തവർ പണിയെടുത്തത്. ആ വിഷയത്തിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അത് ഖൂത്തുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അന്നമാണ്. ഗിദാഉൽ അർവാഹ്, ആത്മാക്കൾക്ക് പോഷണമാണ്. ഖുറത്തുൽ ഉയൂൻ, കണ്ണിന് കുളിർമയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ളതായ ഹുബ്ബ്, മഹബത്ത് എന്നുള്ളത്. അപ്പോൾ കൽബുകൾക്ക് കൂത്തുണ്ട്. കൽബിൻ്റെ കൂത്ത് എന്താണ്? അത് മഹബത്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടമാണ്. ഖൂത്തുദ്ദീൻ, ദീനിന് കൂത്ത് അന്നുണ്ട്. ദീനിൻ്റെ കൂത്ത് എന്ന് പറയുന്നതായ ഒരു വിഭവമുണ്ട്. അതേതാണ്? ഇമാം യഹ്യ ബിൻ അമ്മാർ അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, അൽ ഉലൂമു ഖംസത്തുൻ, വിജ്ഞാനങ്ങൾ 5 എണ്ണമാണ്. വിജ്ഞാനം അത് 5 എണ്ണമാണ്. ഒന്ന് ഇൽമു ഹുവ ഹയാത്തുദ്ദീൻ, ദീനിൻ്റെ ഹയാത്ത് എന്ന് പറയപ്പെടുന്ന ഇൽമ്. അതേതാണ്? ഇൽമു തൗഹീദ്. തൗഹീദ് ആണ്, ഇൽമു തൗഹീദ്. ദീനിൻ്റെ ഹയാത്ത്, ചൈതന്യം, ജീവൻ എന്ന് പറയപ്പെടുന്നതായ ഇൽമ്, വിജ്ഞാനം, അത് തൗഹീദാണ്. രണ്ടാമത്തേത് ഇൽമുൻ ഹുവ ഖൂത്തുദ്ദീൻ, ദീനിൻ്റെ അന്നം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൽമാണ്. അതേതാണ്? അൽ ഇളതു വദ്ദിക്ർ, അത് സാരോപദേശങ്ങളാണ്. ഉപദേശ നിർദ്ദേശങ്ങളും
അതേപോലെ തന്നെ വാളുകളുമാണ്. പിന്നെ മറ്റൊരു ഇൽമ് ദാഉദ്ദീൻ, ദീനിൻ്റെ രോഗം, ദീനിനെ അപകടപ്പെടുത്തുന്ന രോഗം എന്ന പേരിൽ ചില അറിവുകളുണ്ട്. അതേതാണ്? അത് അഖ്ബാർ മാ വഖാ ബൈന സലഫ്, പൂർവികർക്കിടയിൽ നടന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള അറിവാണ്. പൂർവികർക്കിടയിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അത് അറിയാന്നുള്ളത് എന്താ? അത് ദീനിനെ രോഗപ്പെടുത്തുന്ന ഇൽമാണ്. ഇപ്പോൾ സഹാബികൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായില്ല, ജമൽ യുദ്ധം, സിഫീനി യുദ്ധം തുടങ്ങിയ കാര്യങ്ങൾ. അതൊക്കെ അതിന് നെല്ലും പതിരും വേർതിരിച്ച് ചരിത്ര റിപ്പോർട്ടുകൾ നിരൂപണം നടത്തിയിട്ട് യഥാവിധം വായിച്ചിട്ടില്ല എങ്കിൽ ഒരു മനുഷ്യന് ദീനിനെ കേടാക്കും. എത്ര ആളുകൾ സഹാബികളുടെ വിഷയത്തിൽ അടിപതറി. ഒരു വിഭാഗം മുആവിയ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ, അതേപോലെ ആയിഷ റളിയല്ലാഹു തആല ഇവരൊക്കെ മോശപ്പെടുത്തി. വേറെ വിഭാഗം അലി ഇബ്നു അബി താലിബ്, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അനിൽ ജമീ ഇവരൊക്കെ മോശപ്പെടുത്തി സംസാരിച്ചു. രണ്ട് വിഭാഗത്തിലെയും പേര് കക്ഷികളായിട്ട് തിരിഞ്ഞ്. അതെന്തുകൊണ്ടാണ്? പൂർവികർക്കിടയിൽ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെ നേർപക്ഷ വായന നടത്താതെ അന്ധമായിട്ട് വായിച്ചു. അത് കാരണത്താൽ എന്ത് ചെയ്തു? ദീനന്നെ കേടായി. അപ്പോൾ ദാഉദ്ദീൻ, ദീനിൻ്റെ രോഗം എന്ന പേരിൽ ചില അറിവുകളുണ്ട്. അത് പൂർവികർക്കിടയിൽ നടന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അങ്ങനെ ഒരു ഭാഗം. പിന്നൊരു ഇൽമ എന്താണെന്നറിയാം? അത് ഹലാക്കുദ്ദീൻ, ദീനിനെ നശിപ്പിക്കുന്ന ഇൽമാണ്. ദീനിൻ്റെ ഹലാക്ക് ആക്കുന്ന, നശിപ്പിക്കുന്ന ഇൽമാണ്. അതേതാ? അത് ഇൽമുൽ കലാമാണ്. ഇൽമുൽ കലാം, വചനശാസ്ത്രം. വചനശാസ്ത്രം എന്താ? വചനശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിലോസഫിയാണ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ കേവല ബുദ്ധിയുടെ വെളിച്ചത്തിൽ ദീനിനെ കണക്കാക്കലാണ്, മതം കണക്കാക്കലാണ് ഫിലോസഫി. പക്ഷേ കേവലം ബുദ്ധി കൊണ്ട് ദീനിനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സ്വീകരിക്കൂല. അതുകൊണ്ട് തന്നെ ഫിലോസഫി എടുത്തിട്ട് ചിലർ എന്ത് ചെയ്ത് കുറച്ച് ആയത്തുകളും ഹദീസുകളിലൊക്കെ അതിലേക്ക് ചേർത്ത് വെച്ച് ഇതിന് മാർക്കറ്റ് കിട്ടാം മുസ്ലിമീങ്ങളിൽ. ഫിലോസഫിൻ്റെ ചരിത്രം എടുക്കാൻ പറ്റുന്നത് ഗ്രീക്ക് ഫിലോസഫി, അത് അരിസ്റ്റോട്ടിലേക്ക്, അതേപോലെ തന്നെ പിന്നെ പ്ലാറ്റോ, ഇങ്ങനെ പലരിലേക്കാണ് ചേർക്കപ്പെടുന്നത്. ആ ഫിലോസഫി എന്താണ്? അത് കേവലം ബുദ്ധിയുടെ വീക്ഷണങ്ങളാണ്. അത് ദീനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആരും സ്വീകരിക്കൂല. അപ്പോൾ പല മുസ്ലിമീങ്ങളും എന്ത് ചെയ്ത് ആ ഫിലോസഫി അതിലേക്ക് കുറച്ച് മരുന്നുകൾ ചേർത്ത്, കേവല ബുദ്ധി മുസ്ലിമീങ്ങൾ സ്വീകരിക്കൂല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്ത് അതിലേക്ക് കുറച്ച് ആയത്തുകൾ ചേർത്ത്, ഹദീസുകൾ ചേർത്തിട്ട് ഫിലോസഫി അവതരിപ്പിച്ച്. അങ്ങനെയാണ് എന്തുണ്ടായത്? ഇസ്ലാമിക വിശ്വാസങ്ങൾ പലതും അള്ളാഹിൻ്റെ സിഫത്തുകളെ നിഷേധിക്കൽ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളെ നിഷേധിക്കൽ, പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട പലതും നിഷേധിക്കൽ, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ അതിനെ നിഷേധിക്കൽ, അന്ത്യനാളിൽ സിറാത്തുണ്ട്, മീസാനുണ്ട്, ഹൗദ്, ഇത് തുടങ്ങിയ വിശ്വാസങ്ങളൊക്കെ നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഇൽമുൽ കലാം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണെന്നറിയോ? ഇൽമുൽ കലാമിൻ്റെ ആളുകൾക്ക് എൻ്റെ വിധി അതെന്താ? അവരെ ചെരുപ്പൂരി തല്ലണം, അതേപോലെ തന്നെ ഈത്തപ്പനൻ്റെ മട്ടലുകൊണ്ട് തല്ലണം. ചെരുപ്പൂരി മട്ടലുകൊണ്ട് തല്ലുമ്പോൾ അവരായിട്ട് മാർക്കറ്റിലൂടെ ഇങ്ങനെ ചുറ്റി നടക്കണം. ഇൽമുൽ കലാം സ്വീകരിക്കുന്നവർക്കുള്ള ശിക്ഷ ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പേര് കെടുത്തും വേണം. ഇതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. മനസ്സിലായ? ഈ ഇൽമുൽ കലാമിൻ്റെ ആളുകളാണ് ഖവാരിജുകൾ, അതേപോലെ മുഅ്തസിലികൾ, ജഹ്മി പ്രസ്ഥാനത്തിൻ്റെ ആളുകളൊക്കെ അവരാണ്. മനസ്സിലായ? അശ്അരി ചിന്താഗതിക്കാർ പലരും ഇൽമുൽ കലാമിൻ്റെ ആളുകളാണ്. അതുകൊണ്ടാണ് അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ, അതേപോലെ അബൂ ഹാമിദ് അൽ ഗസാലിയെ പോലുള്ളവർ, അവരൊക്കെ ഇൽമുൽ കലാമിൻ്റെ ആളുകളായിരുന്നു. പക്ഷെ അവർ പിൽക്കാലത്ത് തൗബ ചെയ്ത് മടങ്ങി സത്യത്തിൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ ആദർശത്തിലേക്ക് അവർ മടങ്ങി വരികയുണ്ടായി. ഇൽമുൽ കലാം അതെന്താ? ഹലാക്കുദ്ദീൻ, ദീനിനെ നശിപ്പിക്കുന്ന ഇൽമാണ്. അപ്പോൾ ഉലൂമുകൾ 5 എണ്ണം. ഒന്ന് ഹയാത്തുദ്ദീൻ, ദീനിൻ്റെ ചൈതന്യം, അതാണ് തൗഹീദ്. മറ്റൊന്ന് ഖൂത്തുദ്ദീൻ, ദീനിൻ്റെ അന്നം, അതാണ് ദിക്റുകൾ, വഅളുകൾ. മൂന്നാമത്തേത് ദാഉദ്ദീൻ, പിന്നെ ഹലാക്കുദ്ദീൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഉലൂമുകൾ പലതുണ്ട് എന്ന്. പിന്നെ ദവാഉദ്ദീൻ, അത് നമ്മൾ വിട്ടുപോയി. ദവാഉദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ മരുന്ന്. ദീനിൻ്റെ മരുന്ന് എന്ന പേരിൽ ഇൽമുണ്ട്. അതാണ് ഇൽമുൽ ഫിഖ്, കർമ്മശാസ്ത്രം. മനസ്സിലായി? കർമ്മശാസ്ത്രം എന്താ? ആളുകൾക്ക് മരുന്നാണ്. മനസ്സിലായില്ലേ? ആളുകൾ അവർ മതപരമായിട്ട് ശോഷിക്കുമ്പോൾ, അവർക്ക് അജ്ഞത കൊണ്ട് അവർ തളരുമ്പോൾ അവരെ പോഷിപ്പിക്കാനാണ് എന്ത്? ഫിഖ്.
ഫിഖ്. അപ്പോൾ ഹയാത്തുദ്ദീൻ, ഖൂത്തുദ്ദീൻ, ദവാഉദ്ദീൻ, ദാഉദ്ദീൻ, ഹലാക്കുദ്ദീൻ, ഇങ്ങനെ 5 ഇൽമുകളുണ്ട് എന്നാണ്. നമ്മളുടെ വിഷയം ഖൂത്തുദ്ദീൻ, ദീനിൻ്റെ ഖൂത്ത് അതേതാ? ദിക്റുകളാണ്, ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, വഇദുഹും വഖുൽ ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗ. വഇദുഹും, ആളുകൾക്ക് നീ വഅദ് നടത്തണം, ആളുകളെ നീ സാരോപദേശം നൽകിയിട്ട് ഉപദേശിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല അൻഹു നിന്ന് സഹിഹായി ഇമാം തുർമുദി മറ്റു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, സഹാബത്ത് പറയാണ്, വഅബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ ഒരിക്കൽ ഒരു സാരോപദേശം നടത്തി. ആ സാരോപദേശം ഞങ്ങൾ കേട്ടപ്പോൾ വജിലത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിപ്പെട്ടു, വദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയുണ്ടായി എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതെന്താ? അത് വഅളാണ്, ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങൾ ഇവിടെ നിലനിൽക്കണം. അപ്പോഴാണ് എന്ത് നമുക്ക് ഖൂത്തുദ്ദീൻ, ദീനിൻ്റെ അന്നം അത് ലഭിക്കുക. നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖീത്താണ്. മുഖീത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു കൂത്തുകൾ നിശ്ചയിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല കൂത്തുകൾ നൽകുകയും ചെയ്തു. കൂത്ത് എന്ന് പറഞ്ഞാൽ അന്നം കൂത്താണ്, തിന്നുന്ന അന്നം. അതേപോലെ തന്നെ കൂത്തായിട്ട് ആത്മാവിൻ്റെ കൂത്തുണ്ട്, ഹൃദയത്തിൻ്റെ കൂത്തുണ്ട്, ദീനിൻ്റെ കൂത്തുണ്ട്. ഈ കൂത്തുകളെല്ലാം ഏകുന്നവനും അരുളുന്നവനാണ് ആര്? മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല. കൂത്ത് അള്ളാഹു നൽകും. അള്ളാഹു നൽകിയ കൂത്ത്, അതിൽ നമ്മളുടെ നിലപാട് എന്തായിരിക്കണം? അള്ളാഹു നൽകിയോണ്ടല്ലേ നമുക്ക് ഈ കൂത്ത് കിട്ടണത്. ആ കൂത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ മറ്റുള്ളവർക്ക് പകരം വേണം. അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, പിശുക്കന്മാരാകാൻ പാടുള്ളതല്ല, നമ്മൾ ഔദാര്യവാന്മാരാകണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരു കഥ ഉണ്ട്, മനസ്സിലായി? എന്താ കഥ? ഒരു നാട്ടിൽ കുറച്ച് ആളുകൾ ഔദാര്യപ്രിയരാണ്, മറ്റ് ചിലർ ലുബ്ധന്മാരാണ്. അപ്പോൾ രാജാവ് ഒരു സദ്യ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർക്കും വലിയ ഓരോ കയ്യിൽ കൊടുത്തതാണ്. വലിയ കയ്യിൽ കൊടുത്ത് സദ്യ വിളമ്പി വലിയ കയ്യിലും കൊടുത്ത്, നീളമുള്ള കയ്യിലാണ്. അപ്പോൾ ഈ കയ്യിലുകൊണ്ട് ഇങ്ങനെ കോരിയിട്ടുണ്ടെങ്കിൽ തൊള്ളിക്ക് വരാൻ പറ്റൂല. മനസ്സിലായില്ലേ? രാജാവ് ഒരു പരീക്ഷണാർത്ഥം അങ്ങനെ കൽപ്പിച്ചുകൂട്ടി ചെയ്താണ്. സദ്യ ഗംഭീരാണ്, പക്ഷേ സദ്യ തിന്നണമെങ്കിൽ കയ്യിലുകൊണ്ട് തന്നെ കോരി തിന്നണം. പക്ഷേ കയ്യിൽ നീളമുള്ള കയ്യിലാണ്. സൗഭാഗ്യവാന്മാരായ ഔദാര്യപ്രിയർ അവർക്ക് കാര്യം മൂടി അവർ നല്ല ഭക്ഷണം കഴിച്ച്. പിശുക്കന്മാരെന്ത് ചെയ്ത് അവിടെ ഇരുന്ന് അവർ സദ്യ കള്ളാണ് വരെ അവിടെ ഇരിക്കേണ്ടി വന്ന്. ഔദാര്യവാന്മാരെന്താ ചെയ്തറിയോ? ഈ കയ്യിലുകൊണ്ട് മറ്റോന് പകർന്നു കൊടുത്ത്, മറ്റോൻ്റെ തൊള്ളിക്ക് കൊടുത്ത്. അപ്പോൾ ഓനെന്ത് ചെയ്ത് അവിടുന്ന് കോരിയിട്ട് ഇവൻ്റെ തൊള്ളിക്കും കൊടുത്ത്. കാരണം കൊടുത്ത് ശീലമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അന്നം അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവനക്കറിയാം. അപ്പോൾ ഈ നീളമുള്ള കയ്യിലാണെങ്കിലും മറ്റോൻ്റെ തൊള്ളിക്ക് കോരി കൊടുത്ത്, അപ്പോൾ അവൻ ഇങ്ങോട്ടും കോരി കൊടുത്ത്. പിശുക്കന്മാർക്ക് കൊടുത്ത് ശീലമല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ അറിയുള്ളൂ. മനസ്സിലല്ലേ? ഇങ്ങനെ ഒരിക്കലും ഇത് തൊള്ളിക്ക് കോരിയിട്ട് എത്തൂല്ല. ലുബ്ധതയുടെ ദുരന്തം. അള്ളാഹു ഏകുന്ന കൂത്ത്, ആ കൂത്ത് നമ്മൾ അന്യർക്ക് പകരുന്ന അവസ്ഥ ഉണ്ട് എങ്കിൽ മനസ്സിലായി, കൂത്തുകൊണ്ട് നമ്മൾ ധന്യരാണ്, നമുക്ക് ഏകിയത് കൊണ്ട് മറ്റുള്ളവരും ധന്യരാണ്. അള്ളാഹു മുഖീത്താണ്, അവൻ കൂത്തേകും, അവൻ കൂത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ കൂത്ത് അത് അനുഗ്രഹീതമായി നമ്മളിൽ അരുളപ്പെടാൻ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സദാ ദുആയിരക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖാക്കി അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു മജ്ലിസിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയേറ്റി അള്ളാഹു അവരെയും നമ്മയും ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم أنجي المسلمين المستضعفين في كل مكان. اللهم أنجي المسلمين المستضعفين في كل مكان. اللهم أنجي المسلمين المستضعفين في كل مكان. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها قيادتها وعقيدتها. اللهم احفظ لها جنود ظهورها وحدودها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.